താങ്കളാണ് കാണുന്നത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആ കാണുന്ന അതാണ് ജബലുർ റുമാത്ത്. ജബലുർ ഇങ്ങോട്ട് വന്നത് 3000 ശത്രുക്കളാണ്. എത്ര? 3000 ശത്രുക്കൾ. നമ്മൾ 1000 ആള് പുറപ്പെട്ടു. എത്ര ആള്? 1000. വൈക്ക് വെച്ചാണ്ട് 300 ആള് മടങ്ങി. അബ്ദുല്ലാഹിബിൻ ഉബൈന്റെ നേതൃത്വത്തിൽ 300 ആളുകൾ മടങ്ങി. ബാക്കി എത്ര ആളുള്ളത്? 700. ഈ 700 ആളുകൾ നിർത്തിയിട്ട് അതിൽ നിന്ന് 50 ആളുകളെ തെരഞ്ഞെടുത്തു. 50 വിദഗ്ധരായ 50 ആളുകളെ അബ്ദുല്ലാഹിബിൻ ജുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആ കുന്നുമ നിർത്തി. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. എന്ത്? റസൂൽ പറയാം, ഞാൻ തിരിച്ച് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, യുദ്ധക്കളത്തിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ നിൽക്കണം. ബാക്കി 650 ആളാണ്. എത്ര ആളോട് പോരാടുന്നത്? 3000-ഓളം വരുന്ന ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈമാന്റെ ശക്തിയാണ്. അങ്ങനെ അവർ പോരാടി. അൽഹംദുലില്ലാഹ്, നമ്മുടെ അന്ന് മക്കത്ത് പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മിസ്ബിൻ ഉമറുള്ളവനാണ് കുടി പിടിച്ചിരുന്ന ആള്. അങ്ങനെ ആ യുദ്ധക്കളത്തിൽ നമ്മൾ വിജയിച്ചു, യുദ്ധത്തിന് വിജയിച്ചു. എന്നിട്ട് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന മുതലാണ് നേരത്തെ പറഞ്ഞ ഏത് മുതൽ? ഗനീമത്ത് മുതൽ. അത് നമുക്ക് ഹലാലാണ്. അത് ഓഹരി ചെയ്യാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഇരുന്നു. ആ സമയത്ത് ആയുധങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഇതിരുന്നിങ്ങനെ ഓരി വെക്കുമ്പോൾ ആ മലയുടെ അവിടെ നിർത്തിയ ആളുകളുണ്ടല്ലോ, അവര് എന്ത് ചെയ്തു? ഇനി എന്തിനാ അമ്മ ഇവിടെ വെക്കണേ? ഓല് എന്ത് ചെയ്തു? ഇറങ്ങി നടത്തി. അപ്പോൾ ഓരോ നേതാവ് പറഞ്ഞു, റസൂലുള്ളാഹി വിളിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇറങ്ങരുതെന്ന്. പക്ഷെ അതാണ് നേരത്തെ പറഞ്ഞ നേതൃത്വം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നേതൃത്വത്തെ പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കണം. ഏത് യാത്രക്കും കുടുംബത്തിലെ കുടുംബനാഥനെ അംഗീകരിക്കണം, വാപ്പാനി ഉമ്മാനി അംഗീകരിക്കണം. എന്തിനൊരു പാടാണത്. ഏത് നേതൃത്വത്തെ നമ്മുടെ നേതൃത്വത്തിലുണ്ടെങ്കിൽ, ഒരു മഹല്ലത്തിലുണ്ടെങ്കിൽ ആ മഹല്ല് ജമാഅത്തിന്റെ കീഴിലാണെങ്കിൽ അംഗീകരിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ ഇറങ്ങി വന്നു. ശത്രുക്കൾ ഈ തക്ക അവിടെ കയറി. എന്നിട്ട് അവിടെ അവശേഷിച്ചിരുന്ന ആളുകൾ എന്ത് ചെയ്തു? മരിച്ചു. ഒരു നേരെ യുദ്ധക്കളത്തിൽ ഇറങ്ങി. എന്നിട്ട് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കേട്ടില്ലേ, നേരത്തെ പറഞ്ഞ സമയമില്ല, ഇന്നീ കത്തൽത്തു മുഹമ്മദ, ഞാൻ ആരെ കൊന്നു? അതോടുകൂടെ സഹാബത്തൊക്കെ എന്തായി? പരിഭ്രാന്തരായി. അപ്പോൾ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്ത മലയാണിത്. ഇവിടെ ഗുഹണ്ട്, ഒരു ഗുഹണ്ട്. അപ്പോൾ ഈ യാത്രക്കാരുടെ ഉച്ചക്കേശം പോകുമ്പോൾ സൂചിപ്പിച്ചതിൻ്റെ കാണാൻ അവിടെ എപ്പോഴും നല്ല റാഹത്തോടുകൂടി നല്ല വാസന വരുന്നത്. അത് അടിയത്ത് തുറന്നിക്കണം, ഒരു ബോർഡൊക്കെ വെച്ചിക്കണം, മേലത്ത് എന്തിരിക്കണം, അടച്ചിക്കണം. നിങ്ങൾ മലൊന്നിങ്ങനെ പിളർന്ന രൂപത്തിൽ വേണം, അതിൻ്റെ മേലുണ്ട്. പിന്നെ ഈ കാണുന്ന മല ഇത് മുഴുവനും ഉഹുദ് മലയാണ്. ഏതാണ്? ഉഹുദ് മല. കണ്ടോക്ക്, റസൂലുള്ളാഹി തങ്ങൾ ഹദീസുണ്ട്, ഉഹുദുൻ നുഹിബ്ബുനാ നുഹിബ്ബു ഉഹുദന. ഉഹുദിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മെ ആര് സ്നേഹിക്കുന്നുണ്ട്? നാളെ സ്വർഗ്ഗീയ കവാടത്തിന്റെ മുമ്പിൽ ഉഹുദ് മല ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അതിലൂടെ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്തു. പിന്നെ ആ ഇന്നി കത്തത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയോട് സംരക്ഷണം കൊടുത്ത് റസൂലുള്ളാഹിനെ കാണാതായി. പിന്നെ അബ്ബാസ് റളിയല്ലാഹു നല്ല ശക്തൻ കൂടിയ ആളാണ്. അബ്ബാസ് റളിയല്ലാഹു എല്ലാവരും വിളിച്ചെത്തി. റസൂലുള്ളാഹിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പുരിഞ്ഞ പോരാട്ടം. ആ പോരാട്ടത്തിലാണ് ഹംസാ റളിയല്ലാഹുവിന്റെ കുടൽമാല, ഹംസാ റളിയല്ലാഹു വഫാത്തായത്. നേരത്തെ കൊടി പിടിച്ച കഥ പിന്നെ ഷമ്മാസിബിനു ഉസ്മാൻ, അബ്ദുല്ലാഹിബിൻ ജാഷി. അബ്ദുല്ലാഹിബിൻ ജാഷിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു ഉമ്മ അൻസാരി പെട്ടതാണ്. ആ ഉമ്മാക്ക് 3 ആമക്കളാ. എത്ര മക്കളാ? ആ 3 ആമക്കളും എവിടെ ഷഹീദായിട്ടുണ്ട്? ഉപദ്രവണ്ട് കെട്ടിലുണ്ട്. 70 ആൾ ഷഹീദായിട്ടുണ്ട്. അതിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേ മദീനത്ത് നിന്ന് ഇങ്ങോട്ട് 5 കിലോമീറ്ററാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഓടി വരേണ്ട ഒരു സ്ത്രീ, കുറേ പെണ്ണുങ്ങൾ ഓടിയിരുന്നു. അപ്പോൾ ഈ അബ്ദുല്ലാഹിബിൻ ജാഷിന്റെ ഉമ്മയും ഓടി വരികയാണ്. ഓടി വരുന്ന കണ്ടപ്പോൾ ആദ്യം കാണുന്നത് പിന്നെ ഇവിടെ തന്നെയാണ്. നമ്മുടെ ഈ സ്ത്രീനെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്കാ പോണത്? കാരണം 3 മക്കളും എന്തായിക്കണ്? ഷഹീദായിക്കണം. ഒരു ഉമ്മാന്റെ 3 മക്കൾ. നമുക്ക് ഒരാൾ മരിച്ചാൽ അവസ്ഥ. അപ്പോൾ നിങ്ങൾ എവിടുക്കോ പോകണമെന്ന് വെച്ചാണ് വന്നപ്പോഴേ നേരെ പിന്നെ സിദ്ദീഖ് അള്ളാഹിന്റെ വാക്കിൽ കാണാൻ. സിദ്ദീഖ് അള്ളാഹിന്റെ ഉമ്മയുടെ കുട്ടികളാണ്. അപ്പോൾ ഉമ്മളാഹിനെ നേരെ വിട്ട് സിദ്ദീഖ് തങ്ങൾ അടുത്തെത്തി. സിദ്ദീഖ് അള്ളാഹിന്റെ ആ ഉമ്മേനെ നേരെ റസൂലുള്ളാഹിനെ കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട ആ 3 മക്കളും ഈ ഉഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്നാണ്. ആ ഉമ്മ പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ അൽഹംദുലില്ലാഹ്. എന്ത് മറുപടി വന്നു വെച്ചാൽ റസൂൽ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കാരണം ഇരിപ്പിടം തന്ന ആളുകൾ, കിടക്കാൻ പായ തന്ന ആളുകൾ, സമ്പത്ത് തന്ന ആളുകൾ, ഈ അൻസാരികളിൽപ്പെട്ട 3 മക്കളിങ്ങനെ കിടക്കുമ്പോൾ ആ ഉമ്മാക്ക് വല്ലാത്ത സങ്കടം. അല്ല, റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടം. അതാണ് റസൂൽ ഇങ്ങനെ എന്ത് മറുപടി പറഞ്ഞു വെച്ച് റസൂൽ അങ്ങോട്ട് പറഞ്ഞുപോയി, നിങ്ങളങ്ങനെ തന്ന മക്കളെ അള്ളാഹു തിരിച്ച് വിളിച്ചിട്ടുണ്ട്, നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണവരെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ
അള്ളാഹു റസൂൽ ഈ ഉമ്മാക്ക് സന്തോഷമായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു ചെറിയൊരു പുഞ്ചിരി വന്നു. ആ സമയത്ത് അള്ളാഹു റസൂലിൻ്റെ മുമ്പിൽ പൊട്ടിയത് ആര് കണ്ടു? ഈ ഉമ്മ ഉണ്ട്. ഈ ഉമ്മ പറഞ്ഞ മറുപടി എന്തരും? ഇതേ എൻ്റെ മക്കൾ പോയി എനിക്ക് വിഷമല്ല. എൻ്റെ 3 മക്കളെ മയ്യത്ത് കിടക്കുന്ന ഉമ്മ പറയാണ്, എൻ്റെ മക്കൾ പോയി എനിക്ക് വിഷമല്ല, പക്ഷേ അങ്ങയുടെ മുമ്പിൽ പൊട്ടിയത് കാണാൻ എനിക്ക് സഹിക്കില്ല. അതല്ലേ നമ്മൾ പറയുന്നത്, അന്ത ഉമ്മുൻ അമ്മബുൻ മാറ ഐന ഫീഹിമാ ഹുസനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നമ്മൾ പറയാണ് ഉമ്മനേക്കാൾ നമുക്ക് സ്നേഹിക്കാനുള്ളത് ആരാണ്? റസൂലാണ്. ആ ഉമ്മ 3 മക്കളെ മയ്യത്ത് കണ്ടിട്ട് ഉമ്മാൻ്റെ ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഉമ്മ അള്ളാഹു റസൂലിൻ്റെ മുമ്പിൽ പൊട്ടിയത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ ആ സ്ഥലമാണ് ഇത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആ തലക്കത് കെട്ടുകയാണ്. അതിൽ 4 ആൾക്കാരുള്ളത്. ഒന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഷമ്മാസ് ബിൻ ഉസ്മാൻ, അബ്ദുല്ലാഹി ബിൻ ജാഷി, മിസ്അബ് ബിൻ ഉമൈർ. നമ്മൾ പറഞ്ഞില്ലേ മിസ്അബ് എന്നല്ലേ? ബാക്കിയുള്ള ആളുകളൊക്കെ ഈ കെട്ടിയാണുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. السلام عليك. السلام عليك يا حمزة. يا حمزة. السلام عليك. السلام عليك يا مسعد. يا مسعد. السلام عليك. السلام عليك.